ആണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. ഇപ്പോൾ രാത്രി 12 മണിയാണ്. നമ്മൾ കൊച്ചി റാഡിസൺ ബ്ലൂവിലാണ് നമ്മുടെ മനോരമയുടെ ഷൂട്ടിന് വന്നിരിക്കുക കേട്ടോ. സംഗതി എത്തിയപ്പോൾ 12 മണിയായി. ഇനി നമുക്ക് ലേറ്റ് ആയിപ്പോയി. അപ്പൊ ഇതാണ് നമ്മുടെ റൂം. എക്സലന്റ് ആയിട്ടുണ്ട് കേട്ടോ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമുക്ക് ബിസിനസ് ക്ലാസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇവിടെ വരുമ്പോ തന്നെ ഇതുപോലെയൊക്കെ ആഹാ സൂപ്പർ സൂപ്പർ ആയിട്ട് കൊറേ നല്ല നന്നായിട്ടല്ലേ അതൊന്നും വിഷയമൊന്നുമല്ല. നമ്മുടെ റാഡിസൺ ബ്ലൂവിന്റെ ഉള്ളിലാണ് കേട്ടോ. നോക്കി നല്ല രസത്തിൽ ഓരോരോ സംഭവങ്ങൾ. ഒന്ന് മാറിയടാ, ഇത്തിരി ഒന്ന് ബാക്കിൽ തന്നെ. സൂപ്പർ ആയിട്ട്. ഞങ്ങൾക്ക് അധികം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞങ്ങളുടെ മനോരമയുടെ നമ്മുടെ ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നേരത്തെ പോണം. ആരും തന്നെ ഇല്ല കേട്ടോ. നമുക്ക് വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 7:30ക്കാണ് ഷൂട്ടൊക്കെ തുടങ്ങേണ്ടത്. അപ്പൊ അതിന്റെ ഇൻസൈഡ് ഇതൊന്നും എനിക്കിപ്പൊ കാണിച്ചു തരാൻ പറ്റത്തില്ല അല്ലേ ഡിയ? ശരിക്കും നമുക്കൊരു 7 o'clock തന്നെ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇത് മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോ ആണ്, മേക്കപ്പ് സ്റ്റുഡിയോ ആണ്. നമുക്ക് ചാനലിലായതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നു. നമുക്ക് വീഡിയോസോ ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് പബ്ലിക് ആക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഫോട്ടോസൊക്കെ എടുക്കാം, പക്ഷേ നമുക്ക് ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ഇത്രയും ചെറുത്. വേറൊന്നും വിചാരിക്കരുത്, നമുക്ക് അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. ഓണം ആയതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ ടച്ചാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ല. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. കുട്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മുടെ മിൻഷി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ശങ്കരൻ, കുക്കു, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും കാരണം അവളുടെ സെക്കൻഡ് ചാനലാണ്. ആദ്യത്തെ ഫ്ലവേഴ്സ് ആയിരുന്നു, രണ്ടാമത്തെയാണ് മഴവിൽ മനോരമ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ചൊവ്വാഴ്ച മുതലാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം അതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലും ബാക്കി കാര്യങ്ങളിലൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു മേക്കപ്പ്, ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യുക. ടീക്കുട്ടി അടിപൊളി ഒരു പായസമാണ് വെച്ചത്. അപ്പോൾ അത് സസ്പെൻസ് ഒന്നും ഞാൻ പൊളിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾ വഴിയേ TV-യിൽ ഇങ്ങനെ കാണും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മേക്കപ്പ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത്. കണ്ണൊക്കെ നല്ല വലുപ്പത്തിൽ എഴുതണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. കാരണം ഓണം ലുക്കല്ലേ, അപ്പോൾ അതിന് സ്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതാൻ പറ്റും. അപ്പം എറണാകുളത്ത് വെച്ചിട്ട് തന്നെ ആയിരുന്നു. അപ്പോൾ നമ്മൾ 2 ദിവസം അവിടെ ഉണ്ടായിരുന്നു. സ്റ്റേയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഒരു സർപ്രൈസ് എന്ന് പറഞ്ഞത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരുന്നു മഴവിൽ മനോരമയുടെ നിന്ന് കോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം മേക്കപ്പ് ഒക്കെ സെറ്റായി. അതേ ചേട്ടനൊക്കെ ഭയങ്കര ഫാസ്റ്റിൽ ചെയ്തു. ഇനി കണ്ണ് ലാസ്റ്റ് മൊമെന്റിൽ കണ്ണൊക്കെ ഒന്ന് എഴുതണം, മുല്ലപ്പൂ വെക്കണം. എന്താ പ്രോഗ്രാം നടക്കാൻ പോകുന്നത് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. കാരണം ഇവരൊക്കെ കുക്കിംഗ് ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം കുക്കിംഗ് ആണ് ചെയ്യുന്നത്, ഓണം സ്പെഷ്യൽ പായസമാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വിശേഷം ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സ്ക്രീനിൽ കാണാം. ഇതൊരു പ്രമോ മാത്രമാണ്. ചൊവ്വാഴ്ചയോ ബുധനാഴ്ച ആയിട്ടായിരിക്കും മേ ബി നമ്മുടെ ടീക്കുട്ടിയുടെ പ്രോഗ്രാം കുക്കിംഗ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അപ്പോൾ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പറയണം. തെറ്റുണ്ടാവാം, കാരണം അവൾ അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നും അല്ല. ചിരിച്ച് കളിച്ച് നടക്കുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ അത്രയും സീരിയസ് ഒന്നും ആവാനായിട്ടില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഇട്ടു. ലാസ്റ്റ് ഫൈനൽ ടച്ചാണിത്. ഇനി നമുക്ക് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. അതേ നമ്മുടെ മഴവിൽ മനോരമ നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് നിന്നിട്ടൊക്കെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. കാരണം ഉള്ളിലൊന്നും നമുക്ക് സ്ട്രിക്ട്ലി അലൗഡ് അല്ല. അപ്പം ഇത്രയേ ഉള്ളൂ. പ്രോഗ്രാംസും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വിശേഷമായിട്ട് പിന്നീട് പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ്. കാരണം നമുക്ക് ഇൻസൈഡിൽ ഒരു ഷൂട്ടോ ഒരു കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ചെറിയൊരു ക്ലിപ്പ് മാത്രം ഇവിടെ ഇടുന്നുണ്ട്. ഇത്ര ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻറ്റയർ ക്രൂ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമ്മുടെ പ്രോഗ്രാം എപ്പോഴാണ് വരുന്നതെന്ന് ഞാൻ പറയാം കേട്ടോ. ബൈ.